ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും കൂടെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് പാസ്ത ഉണ്ടാക്കാമെന്ന് വെച്ച് പോയി പാസ്തയൊക്കെ വാങ്ങിയിട്ട് വന്ന് പാത്രത്തിൽ തേക്കുന്നില്ല. അങ്ങനെ 2 പാത്രത്തിലായിട്ട് വേവിക്കാനൊക്കെ വെച്ച് അത് വേവിച്ച്, പക്ഷേ ഇച്ചിരി കുഴഞ്ഞു പോയി കേട്ടോ, വേവിച്ചത് കൂടിപ്പോയി. അങ്ങനെ ഒരു പാത്രത്തിൽ പാല് വെച്ചതാണ്, അതും പോയി, അതും ഫ്ലോപ്പായി. അങ്ങനെ അതൊക്കെ മാറ്റി നമ്മൾ പിന്നെയും പാല് വെച്ച്. ഇത് തട്ടിക്കൂട്ട് പാസ്തയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ പാലെടുത്ത് അടുപ്പ് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പം അരിമാവോ ശരിയും കോൺഫ്ലോറും മൈദ ഇടേണ്ടത്, നമ്മുടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അരിമാവ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ അത് കുറച്ച് ഇട്ട് കൊടുക്കുക. അരിമാവില്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് മാവിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇത് എൻ്റേതായിട്ടുള്ള രീതിയിലുള്ളൊരു പാസ്തയാണ്. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം കുറച്ച് ഒറിഗാനുണ്ടെങ്കിൽ അതും കുരുമുളക് പൊടി അതൊക്കെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറൊക്കെ ആഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആക്കാം. പക്ഷെ നമ്മുടെ ഈ ബട്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇച്ചിരി സിമ്പിളായിട്ട് അങ്ങ് ഉണ്ടാക്കി, തന്നെ നാടൻ രീതിയിൽ അങ്ങ് ഉണ്ടാക്കി. അങ്ങനെ അത് പാസ്തയും കൂടെ തട്ടി ലാസ്റ്റ് ചീസും കൂടി ഇട്ട് കൊടുക്കണേ. ചീസും കൂടി ഇടുമ്പോൾ അത്യാവശ്യം കുറച്ച് ഫ്ലേവറൊക്കെ കിട്ടും. അങ്ങനെ ചീസ് എടുത്തിട്ട് ഓടിപ്പോയി അത് പാത്രത്തിൽ കയറിയത്. പിന്നെ അത് ഇളക്കി വീണ്ടും ഇട്ട് ജസ്റ്റ് നല്ലോണം ഇളക്കി കൊടുത്തേ. പക്ഷെ ലാസ്റ്റ് പാസ്ത ഒരുമാതിരി പായസം രൂപത്തിലായിപ്പോയി. പാസ്ത കുറച്ച് വെന്ത് പോയി, അതുകൊണ്ടാണ്. അപ്പം പിന്നെ ലാസ്റ്റ് നമ്മൾ ചായയൊക്കെ വെച്ച് എല്ലാവർക്കും വിളമ്പി വെച്ച് പിന്നെ നമ്മൾ പാസ്തയെ കുറിച്ചുള്ള കുറച്ച് കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ കഴിച്ച് മടുത്ത് വന്നപ്പോൾ പിന്നെ കുറച്ച് അച്ചാറും കൂട്ടി കഴിക്കാമല്ലോ എന്ന് വെച്ച് കുറച്ച് അച്ചാറും കൂടെ വെച്ച് അങ്ങനെയും കഴിച്ച് നോക്കി. അതും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അത്രയുള്ള ലവ് യു ആൻഡ് ബൈ.